അതെ, വിജിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരുമായുള്ള നിയമയുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സർക്കാർ തന്നെ പണം നൽകണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ PSCയെ മറികടന്ന് ചട്ടവിരുദ്ധ നിയമനത്തിന് നീക്കം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ചട്ടവിരുദ്ധ നിയമന നീക്കം നടത്തുന്നത്. ഇതിനായി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയിൽ തസ്തിക മാറ്റം വഴി നിയമനം നൽകാനാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം. സർവകലാശാലയിൽ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണ് നിയമനം നൽകുക. ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് തീരുമാനമെടുത്തത്. ദൃശ്യ പുതിയിടത്ത് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദൃശ്യ, എന്താണ് ഇങ്ങനെയൊരു നീക്കത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയൊരു തീരുമാനത്തിന് പിന്നിൽ? അമൃത, ഈ പറഞ്ഞതുപോലെ താഴ്ന്ന ശമ്പള സ്കെയിലിൽ ഈ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയായ അസിസ്റ്റന്റ് തസ്തികയിലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇത്തരത്തിലൊരു നിയമനത്തിലേക്ക് ഈ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ഒരുങ്ങുന്നത്. ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ PSCയെ മറികടന്നാണ് ഈ ചട്ടവിരുദ്ധ നിയമനം എന്ന് പറയേണ്ടി വരും. നിലവിൽ ഒഴിവുള്ള 50 ഒഴിവുകളിലേക്ക് ഇത്തരത്തിൽ PSC റാങ്ക് ലിസ്റ്റ് നിലവിൽ ഉണ്ടായിട്ട് പോലും ഇത്തരത്തിൽ ചട്ടവിരുദ്ധ നിയമനം നടത്തുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ഇത്തരത്തിലൊരു നിയമനം നടത്താനുള്ള നീക്കമുള്ളത്. അതായത് ഈ പറഞ്ഞതുപോലെ അവിടെ ജോലി ചെയ്യുന്ന പ്ലംബർ, ഗാർഡനർ അത്തരത്തിലുള്ള തസ്തികയിൽ നിന്ന് നേരിട്ട് ഈ തസ്തിക മാറ്റം വഴി ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയായ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് മാറ്റം വരുത്തുന്നു. ഇതിനെതിരെ ഈ PSC റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ ഈ VCയെയും അത്തരത്തിലുള്ള ആളുകളെയും ഒക്കെ സിൻഡിക്കേറ്റ് അംഗങ്ങളെയും ഒക്കെ കണ്ടിരുന്നുവെങ്കിൽ പോലും ഇതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇന്ന് ഈ സിൻഡിക്കേറ്റ് റിപ്പോർട്ട് ഇന്ന് നടക്കുന്ന യോഗത്തിൽ അംഗീകരിക്കാനാണ് തീരുമാനമുള്ളത്. UDF സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതിനെ എതിർത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ സംഘടനാ നേതാക്കൾ അടക്കമുള്ളവർ ഈ ഒരു പട്ടികയിൽ പെടുന്നത് കൊണ്ട് തന്നെയാവാം ഇത്തരത്തിലൊരു നീക്കം എന്നുള്ള ആരോപണമാണ് അമൃത ഇപ്പോൾ ഉയർന്നു വരുന്നത്. ശരി ദൃശ്യ.